നമസ്കാരം. ചാലിയാർ പുഴ കരകവിഞ്ഞതോടെ മുണ്ടേരി വനത്തിൽ ഒറ്റപ്പെട്ട ഇരുട്ടുകുത്തിയിലെ പനി ബാധിച്ച കുട്ടികളെ ആശുപത്രിയിലെത്തിക്കാൻ അഗ്നിരക്ഷാസേന ഡിങ്കി ബോട്ടിൽ സാഹസികമായി മറുകരയിലെത്തിച്ചു. അനൂപ് എന്നയാളിന്റെ കൈക്കുഞ്ഞിനും വിപിൻ ദാസ് എന്ന വ്യക്തിയുടെ 1.5 വയസ്സുള്ള കുട്ടിക്കുമായിരുന്നു പനി ബാധിച്ചത്. മഴ കനക്കുന്നതിന് മുമ്പ് വരെ ചങ്ങാടത്തിലായിരുന്നു ഇവർ ചാലിയാർ കടന്നിരുന്നത്. ശക്തമായ മഴയിൽ ചാലിയാർ നിറഞ്ഞൊഴുകിയതോടെ ഇരുട്ടുകുത്തിക്കാർ മറുകര കടക്കാൻ കഴിയാതെ ഒറ്റപ്പെടുകയായിരുന്നു. ഇതോടെയാണ് പഞ്ചായത്ത് അംഗം തങ്കകൃഷ്ണ മുഖേന രക്ഷാസേനയുടെ സഹായം തേടിയത്. അഗ്നിരക്ഷാസേന നിലമ്പൂർ സ്റ്റേഷൻ മാസ്റ്റർ KP ബാബുരാജിന്റെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് കുത്തിയൊഴുകുന്ന ചാലിയാറിന് കുറുകെ ഡിങ്കി ബോട്ടിറക്കി കുട്ടികളെ സുരക്ഷിതമായി ചാലിയാർ കടത്തി ആശുപത്രിയിലെത്തിച്ചത്. പോത്തുകൽ ഹോമിയോ ഡിസ്പെൻസറിയിൽ എത്തിച്ചാണ് കുട്ടികൾക്ക് ചികിത്സ നൽകിയത്. വിപിൻ ദാസിന്റെ കുട്ടിയെ പിന്നീട് തിരിച്ച് ഡിങ്കി ബോട്ടിൽ ഇരുട്ടുകുത്തിയിലെത്തിച്ചു. അനൂപിന്റെ കുഞ്ഞിന് ഇനിയും ചികിത്സ വേണ്ടതിനാൽ മുണ്ടേരി വിത്തുകൃഷി തോട്ടത്തിൽ തണ്ടൻകല്ലിലെ കുടുംബങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാക്കിയിരിക്കുകയാണ്. ചാലിയാറിനക്കരെ മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടുകുത്തി, വാണിയമ്പുഴ, കുമ്പളപ്പാറ, തരിപ്പപ്പെട്ടി എന്നിവിടങ്ങളിലെ 130 കുടുംബങ്ങളിലെ 620 പേരാണ് 5 വർഷമായി ദുരിത ജീവിതം നയിക്കുന്നത്. 2019 പ്രളയത്തിൽ ഇരുട്ടുകുത്തിയിലെ പാലവും വീടുകളും തകർന്ന ഇവർ ഉൾക്കാട്ടിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മേഞ്ഞ കുടിലുകളിലാണ് കഴിയുന്നത്.